പ്രൗഢിയും പ്രതാപവും നിലനിൽക്കുന്ന തിരുവിതാംകൂറിന്റെ പ്രാചീനമായ ചരിത്രം, തിരുവിതാംകൂറിലെ അമ്മ വീടുകൾ, തിരുവിതാംകൂറിലെ പൗരപ്രമുഖന്മാർ, തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ, തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ചരിത്ര സ്മാരകങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തയ്യാറാക്കുന്ന, സവിസ്തരം തയ്യാറാക്കുന്ന ഒരു പ്രക്ഷേപണ പരമ്പരയ്ക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ നിന്നുകൊണ്ട് തുടക്കം കുറിക്കുകയാണ്. തികച്ചും ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. എത്ര നമ്മൾ ചെയ്താലും മതിയാവുകയില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത എത്രയോ പേരുടെ കണ്ണുനീരുകൾ നിങ്ങൾ തുടയ്ക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം തോന്നുന്നു. വേദവ്യാസ ഭഗവാൻ 18 പുരാണങ്ങൾ എഴുതി. ഈ 18 പുരാണങ്ങളിലെയും കൂടെ രത്നച്ചുരുക്കം അഷ്ടാദശ പുരാണത്തിൽ വ്യാസൻ ചൊന്നതു രണ്ടുതാൻ, പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം. ഇതേ ഉള്ളൂ പറഞ്ഞ. അപ്പം നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ ഭാഗമാണ് പരോപകാരമേ പുണ്യം. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100 അനുഗ്രഹങ്ങൾ കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആദ്യ ഓൺലൈൻ ജീവകാരുണ്യ വാർത്താ ചാനലായ മലനാട് ടിവി പിന്നിട്ട 2 ആണ്ടുകൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ച ഇന്റർനെറ്റ് ചാനൽ എന്ന ഖ്യാതി നേടുവാൻ സഹായിച്ച ലോകത്തെ പ്രേക്ഷക വൃന്ദങ്ങൾക്ക് 1000 നന്ദി പ്രകാശിപ്പിക്കട്ടെ. മാമലനാടിന്റെ മലയാണ്മയും മലയാളവും ഇനി ലോക മലയാളിക്കും സ്വന്തം. പത്രമാധ്യമങ്ങളിൽ പ്രേക്ഷക ലക്ഷങ്ങളുടെ കണക്കുകൾ മലനാട് TV.com ജനപ്രിയത വെളിപ്പെടുത്തുന്നു. മലനാട് TV.com ലോക മലയാളിയുടെ കുടുംബ ചാനൽ. മാധ്യമ പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തകരായി മാറുന്ന കാഴ്ച മലനാട് ടിവിയിലൂടെ ഇതാ ലോകം കാണുന്നു. പ്രവാസികളായ ഇന്ത്യക്കാരെല്ലാവരും ഒരു ഭീതിയിലാണ്. സൗദി അറേബ്യയിലെ സംഭവങ്ങൾ എന്റെ മരുമോനെ നിങ്ങളെല്ലാരും കൂടെ സഹായിച്ച് രക്ഷപ്പെടുത്തിയെടുത്ത നിങ്ങൾക്ക് 100 പുണ്യമുണ്ട്. ഞങ്ങൾ അത്ര വിഷമിക്കണം. 1.5 വയസ്സിൽ പോളിയോ ബാധിച്ച നവാസ് തന്റെ ഈ അവസ്ഥയിലും ഏതു ജോലിയും ചെയ്യാൻ തയ്യാറുള്ള ഒരു മനസ്സുമായി ആണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇവിടെ 2 അമ്മമാർ, സിന്ധുവും ദേവകിയമ്മയും ഇരുളടഞ്ഞ നാളെയെ നോക്കി നെടുവേർപ്പെടുന്നു. രക്ഷിക്കുക അച്ഛാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു സഹായം ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിന്റെ രൂപത്തിൽ ഞങ്ങളെ പ്രത്യക്ഷപ്പെട്ട് സഹായിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുന്നു. എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു. 20,000 രൂപയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിച്ചത്. അച്ഛനെ നോക്കണോ, മക്കളുടെ കാര്യം നോക്കണോ, ഒന്നും അറിയാൻ വയ്യാത്തട എഴുതി പല പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആത്മഹത്യ ചെയ്യാവുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും എന്തെങ്കിലും വിഷം കൊടുത്ത്. ആശ്വാസ വാക്കുകളുമായി എത്തിയ അനേകായിരം രാജ്യാന്തര ഫോൺ കോളുകൾ, സഹജീവികൾക്ക് തങ്ങളുടെ ഒരു പങ്ക് മാറ്റിവെച്ച സുമനസ്സുകൾ, സന്ദേശങ്ങളിലൂടെ, ലൈക്കുകളിലൂടെ, ഷെയറുകളിലൂടെ ഇന്റർനെറ്റിന്റെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഒരാളിൽ നിന്നും 100ലേക്ക്, 100ൽ നിന്നും ലക്ഷങ്ങളിലേക്ക് വ്യാപിക്കപ്പെട്ട മലനാട് TV പ്രേക്ഷക വൃന്ദം ഒന്നടങ്കം പറയുന്നു, അതെ, ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച മാധ്യമ പ്രവർത്തനം. പ്രവാസികളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ജനങ്ങളെ അറിയിക്കുന്നതിൽ, അതുപോലെ തന്നെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലും മലനാട് ന്യൂസിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കല്ലറയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുന്ന മലനാട് TVയോട് എനിക്കുള്ള നന്ദി ഞാൻ അറിയിച്ചു. മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് മനസ്സിൽ ദൈവം ജനിക്കുന്നത്. മാമലനാടിന്റെ മലയാണ്മയും മലയാളവും ഇനി ലോക മലയാളിക്കും സ്വന്തം. മലനാട് TV.com ലോക മലയാളിയുടെ കുടുംബ ചാനൽ. നിങ്ങളുടെ ഗ്രാമത്തിന്റെ സ്പന്ദനങ്ങൾ ലോകത്തെ അറിയിക്കുവാൻ, നിങ്ങളുടെ ഗ്രാമീണ ഉത്സവങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുവാൻ ഇനി നിങ്ങൾക്ക് 100% ജനകീയ മാധ്യമമായ മലനാട് TV.com ഉണ്ട്. ബന്ധപ്പെടുക. മലനാട് ടെലിവിഷൻ, കിഴക്കേനട, കലഞ്ഞൂർ PO, പത്തനംതിട്ട. 100% ജനകീയമായ മാധ്യമമാണ് മലനാട് ടെലിവിഷൻ. ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ മാമലനാടിന്റെ ഐതിഹ്യവും സംസ്കാരവും സ്പന്ദനങ്ങളും ലോകത്തിന് തുറന്നു കൊടുക്കുന്ന ജാലകം കൂടിയാണ് മലനാട് ടെലിവിഷൻ.